Hi, hello, and welcome to IAS Factor. And we are discussing the Hindu newspaper analysis in October 30. ഇന്നത്തെ മേജർ വാർത്തകൾ ചെക്ക് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഹിന്ദു ഡൽഹി എഡിഷൻ ആണ്. സോ ലെറ്റ്സ് ക്വിക്ലി മൂവ് ഓൺ ടു ദി ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ആൻഡ് ലെറ്റ്സ് സി. നമുക്ക് ആദ്യത്തെ വാർത്ത സ്റ്റാർട്ട് ചെയ്യാം. പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റി വെച്ചാൽ ഫസ്റ്റ് വൺ നമുക്കൊരു ഹെൽത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്ത വെച്ചിട്ടാണ് വീൽ സ്റ്റാർട്ട് ഓഫ് ദിസ് ടുഡേ സെഷൻ. ആൻഡ് PM റോൾസ് ഔട്ട് ഹെൽത്ത് കവർ ഫോർ പീപ്പിൾ അബവ് 70 years ഓഫ് ഏജ്. ഇതാണ് വാർത്ത മെയിനായിട്ട് വരുന്നത്. സോ ഇത് 70 വയസ്സായ ആൾക്കാർക്ക് മുകളിലും ഇൻഷുറൻസിൻ്റെ കവർ പ്രൈം മിനിസ്റ്റർ കൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എക്സാമിന് വേണ്ടി UPSC എക്സാമിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇസ് വാട്ട് ഇസ് PMJ. എന്താണ് PMJ? പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് PMJ? അതായത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് കിട്ടണം, അല്ലെങ്കിൽ എല്ലാവർക്കും ആക്സസ് ടു ഹെൽത്ത് കെയർ, എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആക്സസ് കിട്ടണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോ ഇൻകം കാറ്റഗറിക്കാണ്. ലോ ഇൻകം കാറ്റഗറിക്കുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഹെൽത്ത് ആക്സസ് കിട്ടണം. അതായത് റെഡ്യൂസ് ദ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻസ് എന്നാണ് പറയുക. ഔട്ട് ഓഫ് ദ നമ്മളൊരു ഹോസ്പിറ്റലൈസേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് ചിലവാക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇതിനൊരു സ്കീം എന്ന രീതിയിൽ എല്ലാവർക്കും ഒരു ഇൻഷുറൻസ് പോലത്തെ രീതിയിൽ കിട്ടണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് പറയുന്നത്. ഹെൽത്ത് കവർ, എല്ലാവർക്കും ഇൻഷുറൻസ് കവർ പോലെ 5 ലക്ഷം രൂപ വരെയാണ് ഇതിനകത്ത് പറയുന്നത്. അതിൽ പ്രായം എന്ന് പറയുന്നത് 70% ഏജ്ഡ് എബോവ് ഉള്ളതും കൂടെ കൊണ്ടുവരണം. കാരണം 70 വയസ്സിന് മുകളിലുള്ളവരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ദ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ് ടു ഓവർകം ദ ഡെസ്പെയർ ഓഫ് ദ പുവർ ആൻഡ് ഇൽനസ് സ്ട്രൈക്ക്. സോ ദ കോസ്റ്റ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ ഫോർ ബെനിഫിഷ്യറീസ് അപ് ടു 5 lakh, 5 ലക്ഷം രൂപ വരെയാണ് ഈ കവർ കൊടുക്കുന്നത്. സോ സാധാരണക്കാരെ സംബന്ധിച്ചോളം വലിയൊരു ഇതാണ്. സോ 70 lakhs കൂടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസ് വിത്ത് ദി ആയുഷ്മാൻ വയവന്ദന കാർഡ്, ഒരു പുതിയ കാർഡും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ കാർഡ് നെയിം? എന്താണ് ഈ AVV കാർഡ്? ആയുഷ്മാൻ വയവന്ദന കാർഡ്. ഈ കാർഡ് വഴിയാണ് നമുക്ക് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ദി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വിൽ ബി റെഡ്യൂസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. നമ്മൾ കയ്യിൽ നിന്ന് മുടക്കണ്ട. 5 ലക്ഷം രൂപ വരെ കവർ കിട്ടുമ്പോൾ ഈ AVV ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെച്ചാൽ AVV കാർഡ്, ആയുഷ്മാൻ വയവന്ദന കാർഡ് നമ്മുടെ കയ്യിലുണ്ടാവണം. സോ എത്രയും ഇതാ ഈ അടുത്ത് ധന്വന്ത്രി ജയന്തി അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ AIIയിൽ ധന്വന്ത്രി 9th ആയുർവേദ ഡേയുടെ അന്നാണ് ഇത് പറയുന്നത്. സോ ആയുർവേദയെ കുറിച്ചിട്ടും ഒരു ആസ്പെക്റ്റ് ഇവിടെ പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് ആയുർവേദ ദിവസ്? സോ 150 കൺട്രീസോളം ആചരിക്കുന്ന വലിയൊരു ഇതാണ് ആയുർവേദ ദിവസ് എന്നുള്ളത്. സോ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടത്. സോ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് PMJ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ എന്താണ് 70 yearsന് മുകളിൽ കൊണ്ടുവരുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് മൂവ്. ബാക്കിയുള്ള കാര്യങ്ങളും എന്താണ് ഇതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ സ്കീമിനെ കുറിച്ചിട്ട് നമുക്ക് ഫുൾ അറിയണം. 70 വയസ്സ് നമ്മളിപ്പോൾ പറയുന്നു. ആരാണ് ശരിക്കുമുള്ള ബെനിഫിഷ്യറീസ് എന്നൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയേണ്ടതായിട്ടുണ്ട്. ആരാണ് ഇതിൻ്റെ ഫണ്ടിങ് ഇടുന്നത്? സെൻറ്ററും സ്റ്റേറ്റും കൂടെയാണോ? സെൻട്രൽ ഗവൺമെൻറ് ഫുൾ ഫണ്ട് ചെയ്യുകയാണോ? സോ ഇത് സെൻറ്റർ പ്ലസ് സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇടുന്ന ഒരു ഫണ്ടിങ് കൂടാണിത്. സോ ഡെഫിനറ്റ്ലി സാധാരണക്കാർക്ക് വലിയൊരു ലോ ഇൻകം കാറ്റഗറിക്ക് വലിയൊരു റിലീഫാണ് ഈ ഒരു പ്രോഗ്രാം. സോ അതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ളത്. ബാക്കിയെല്ലാം പരസ്യം പോകുന്നതുകൊണ്ട് പിന്നെ അടുത്ത സ്റ്റേറ്റിൻ്റെ വാർത്തകളാണ്. പ്രധാനപ്പെട്ട സ്റ്റേറ്റ് വാർത്തകൾ ഏതാണെന്നുള്ളതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇതിനകത്തും പറയുന്നതെല്ലാം മേജറായിട്ട് പൊളിറ്റിക്കൽ വാർത്തകൾ തന്നെയാണ്, പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങളും. പിന്നെ അതേപോലെ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കുറേ ഇത് എന്നും ഇപ്പോൾ വാർത്തയിൽ വരുന്നതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നുള്ളത്. സോ ഇങ്ങനെയാണ് പലപ്പോഴും UPSCയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ കാണുകയാണ്. ED എന്ന് നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ED ഞാനൊരു ചോദ്യം ചോദിക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ED. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് is a statutory body. It also has quasi-judicial functions. 3. It has its basic seat in Delhi. It is controlled by the Ministry of Finance. എന്ന് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഇങ്ങനത്തെ 4 ക്വസ്റ്റ്യൻ ഞാൻ തന്നു. ഇതിൻ്റെ ആൻസർ 1, 2 and 3, 1 and 2, 2 and 3, all of the above എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ചോദ്യം കറക്റ്റ് ആക്കാൻ പറ്റുമെന്ന്? ED ഡെയിലി ന്യൂസ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാത്ത കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നമുക്കറിയാത്തതൊന്നുമല്ല. സ്റ്റാച്യൂട്ടറി ബോഡിയാണോ? ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ ഉണ്ടോ? ഇത് ഡൽഹിയിലാണോ മെയിൻ സീറ്റ്? ഇറ്റ്സ് ആക്ച്വലി അണ്ടർ ദി മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ എത്ര വായിച്ചാലും അതിൻ്റെ ബേസിക്കിലേക്കും കൂടെ കടക്കേണ്ടി വരും നമ്മൾ.
അത് ഈ പറയുന്ന ഇൻഫർമേഷൻ എല്ലാം നമുക്ക് പേപ്പർ വായിച്ച് കിട്ടണം നിർബന്ധമൊന്നുമില്ല, നമ്മൾ തന്നെ കണ്ടെത്തേണ്ടി വരും. ഇവിടെ ഇതാണ്, IAS ഓഫീസറായിട്ട് ലിക്കർ സ്കാമിൽ ഒരു കേസ് ED ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ബെറ്റിംഗ് കേസിൽ ED ഉണ്ട്, എല്ലാ ദിവസവും ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നുണ്ട്. സോ ഇതെങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയണം. സോ അതിനുവേണ്ടി ED നിങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്താണ് EDയെ കുറിച്ചുള്ള. ഞാൻ ഈ പറഞ്ഞ ഇതെങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു അനാലിസിസ് ഉണ്ടാകുന്നത്. നിങ്ങളും അത് ചെയ്യണം. ഓക്കെ, സോ പ്ലീസ് ഡു ദാറ്റ്. സോ അതാണ് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. സോ മൂവിങ് ഓൺ, പിന്നെ അടുത്തത് പ്രധാനപ്പെട്ട വാർത്ത ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ്. അതായത് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം രാജസ്ഥാനിൽ പറയുന്ന വലിയൊരു പ്രോബ്ലമാണ് ഇവിടെ പറയുന്നത്. അതായത് രാജസ്ഥാനിലുള്ള പല ആൾക്കാർക്കും, യു വിൽ നോട്ട് ബിലീവ്, മോർ ദാൻ 13 ലക്ഷം ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. 13 ലക്ഷം ആൾക്കാർ രാജസ്ഥാനിലുള്ളവർ പലരും സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ അവരുടെ പേരില്ല. ഇതാണ് ഈ ആർട്ടിക്കിളിന്റെ ചുരുക്കം. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, അതായത് ഇവർക്ക് പെൻഷൻ ഒന്നും കിട്ടുന്നില്ല. സോ ദേ ആർ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ സോൺ ഓഫ് പെൻഷൻ. മെനി ഓഫ് ദം ആർ നോട്ട് റിസീവിങ് പെൻഷൻസ്. സോ ഇതിൽ പറയുന്നത് ആധാറിന്റെ ഫെയിലിയർ പറയുന്നുണ്ട്, അവർ പ്രോപ്പർ ആയിട്ടുള്ള ആധാർ ഡോക്യുമെന്റിങ് ഇല്ല, അതേപോലെ ബയോമെട്രിക് ഫെയിലിംഗ് പറയുന്നുണ്ട്. സോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഇവർ പറയുമ്പോഴും 13 ലക്ഷം ആൾക്കാരൊക്കെ ഇതിലൊന്നില്ലെങ്കിൽ പറയുന്നത് റീലൊക്കേറ്റഡ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ അവരിവിടെ ഇല്ല റീലൊക്കേറ്റ് ചെയ്തു എന്ന് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡെഡ് ആണ് കാണിക്കുന്നത് അവരുടെ സ്റ്റാറ്റസ്, ദേ ആർ ഡെഡ്. അങ്ങനെ പല ആൾക്കാരും വന്ന് ഡെഡ് ആണെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവർ എടുത്ത് നോക്കുമ്പോൾ അവർ ഡെഡ് ആണെന്നാണ് പറയുന്നത്. സോ ആധാറിന്റെയും ബയോമെട്രിക്കിന്റെ ഒരു ചെറിയ നെഗറ്റീവ് കോൺസിക്വൻസസ് ഇവിടെ പറയുന്നുണ്ട്. സോ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ദ സിസ്റ്റം ഇസ് റോങ്. അങ്ങനെ നമ്മൾ വിചാരിക്കരുത് 1-2 സിസ്റ്റം ഉള്ളതുകൊണ്ട് ഇത് മൊത്തം പൊട്ടയാണ്, ഇതൊന്നും വർക്ക് ചെയ്യില്ലെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. സോ വി നീഡ് ടു ബി വെരി ഡിസ്ക്രീറ്റ് അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ അടുത്ത സൗത്ത് ഇന്ത്യൻ വാർത്തകളെല്ലാം പരസ്യങ്ങൾ തന്നെയാണ്. ഇനി ഒരു സൗത്ത് ഇന്ത്യൻ വാർത്തയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ്, ഇത് വലിയൊരു വാർത്തയാണ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളോട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 150 ആൾക്കാർ കാസർഗോഡ് ഇഞ്ചേർഡ് ആയെന്നാണ് പറയുന്നത്. നീലേശ്വരത്ത് അവിടുത്തെ അമ്പലത്തിലുള്ള ഇതാണ് തെയ്യം കാണാം. അപ്പൊ എന്താണ് തെയ്യം എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കണം. ആർട്ട് ആൻഡ് കൾച്ചർ പെർസ്പെക്റ്റീവിൽ എന്താണ് തെയ്യം നിങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്താണ് തെയ്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് കേരളത്തിൽ നിന്നാകുമ്പോൾ ഡെഫിനറ്റ്ലി യു ഷുഡ് ബി ഹാവിങ് എ വെരി ഗുഡ് ഐഡിയ അബൌട്ട് വാട്ട് ഈസ് തെയ്യം എന്നൊക്കെ ഉള്ളത് വളരെ നന്നായിട്ട് മനസ്സിലാവണം. അതേപോലെ ഫയർ വർക്ക് ഡിസ്പ്ലേ, ഇത് സ്ഥിരം സംഭവമാണ് ഇപ്പോൾ കേരളത്തിൽ. അതുകൊണ്ടാണ് കേരളം സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ കഴിഞ്ഞ 4 ദിവസം മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോസീവ് ആക്ടിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കേരള എക്സെപ്ഷൻ ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലോസീവ് ആക്ടിൽ. അതായത് അതിൽ പറയുന്നുണ്ട് പടക്കം അല്ലെങ്കിൽ ഫയർ വർക്ക്സ് സൂക്ഷിച്ച സ്ഥലത്ത് നിന്നും 200 മീറ്റർ ഒക്കെ മാറിയാണ് കംപ്ലീറ്റ്ലി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ പാലിച്ചുകൊണ്ടാണോ ഇവിടെ നടക്കുന്നത് എന്നുള്ളതും കൂടെ വലിയൊരു ഡിബേറ്റ് ആണ്. നമുക്ക് അതും കൂടെ ഇവിടെ മനസ്സിലാക്കാം. സോ എക്സ്പ്ലോസീവ് ആക്റ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എഡിറ്റോറിയലിലേക്ക് കടക്കുമ്പോൾ ഞാൻ മേജറായിട്ടുള്ള എഡിറ്റോറിയലിൻ്റെ തീം മാത്രം പറഞ്ഞു പോവാം. ഈ മേജറായിട്ട് രണ്ടിലും ഇതിൽ പൊളിറ്റിക്കൽ, ഞാൻ മിനിഞ്ഞാന്നും പറഞ്ഞാണ് വിജയുടെ സ്പീച്ച് എഡിറ്റോറിയലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത് വിജയുടെ സ്പീച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഭയങ്കര വേഗമായിട്ട് സ്പീച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത് എല്ലാവരും. സോ ഇതിൽ പ്രധാനമായിട്ട് ആദ്യത്തെ എഡിറ്റോറിയൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പിക്ചർ ഓഫ് ഗ്രോയിങ് എക്കണോമിക് ഡിവൈഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇതിൽ മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വേറെ കാര്യങ്ങളൊന്നുമല്ല, സ്റ്റേറ്റിന്റെ പെർഫോമൻസ് ആണ്. ഇന്ത്യയിൽ പല സ്റ്റേറ്റ്സും അതിൻ്റെ എക്കോണമി, സ്റ്റേറ്റ്സ് ആൻഡ് എക്കണോമിക് പെർഫോമൻസ്, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എഡിറ്റോറിയൽ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ കറണ്ട് അഫയേഴ്സ് കോഴ്സിന്റെ ഭാഗം കൂടാണ് എഡിറ്റോറിയൽ സമ്മറി എന്ന് പറയുന്നത്. സോ ഞാൻ വർക്കിംഗ് ഓൺ ദി എഡിറ്റോറിയൽ ക്ലാസ്സസ് ഓൾസോ. സോ ഇതിൽ തീം പറഞ്ഞു പോവാം. സ്റ്റേറ്റും എക്കണോമിക് ഇത് സ്റ്റേറ്റ് ആൻഡ് എക്കോണമി റിലേറ്റഡ് ആയിട്ടാണ്. പല സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് പറയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ എടുത്തു പറയേണ്ടത് വേറൊരു ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബോഡി എന്താണെന്ന് വെച്ചാൽ വാട്ട് ഇസ് PMEAC, പ്രൈം മിനിസ്റ്റേഴ്സ് എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ. പ്രധാനപ്പെട്ട എക്കണോമിക്സ് റിലേറ്റഡ് പ്രധാനപ്പെട്ട ഒരു ഇതും കൂടാണ്. വാട്ട് ഇസ് PMEAC എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ എക്കണോമിക് അഡ്വൈസറി കൗൺസിലാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യം പല സ്റ്റേറ്റ്സിന്റെ കമ്പാരിസൺ പറയുന്നുണ്ട്. ചില സ്റ്റേറ്റ്സ് ഇങ്ങനെ പുറകിലേക്കാണ്. ഇനി ഡിസ്പാരിറ്റി പറയുന്നുണ്ട്. ഉദാഹരണത്തിൽ തന്നെ പെർ ക്യാപിറ്റ ഇൻകം, മഹാരാഷ്ട്രയുടെ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ആവറേജ് നാഷണൽ ആവറേജിനെക്കാട്ടും 150% കൂടുതലാണ്. പക്ഷേ മുംബൈയിൽ നല്ല ബെറ്ററാണ്. മഹാരാഷ്ട്ര തന്നെ മുംബൈയിൽ നല്ല ബെറ്ററാണ്. അതേപോലെ വിദർഭയിലെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസ് കാണാൻ പറ്റും. ഇങ്ങനെ സ്റ്റേറ്റ്സിന്റെ പിന്നെ വെൽത്തി ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഭയങ്കര നന്നായിട്ട് ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്.
ആൻഡ് അതേപോലെ സതേൺ സ്റ്റേറ്റ്സും ഈസ്റ്റേൺ സ്റ്റേറ്റ്സും, സതേൺ സ്റ്റേറ്റ്സും അതേപോലെ വെൽത്തിയർ സ്റ്റേറ്റ്സും, സതേൺ സ്റ്റേറ്റ്സും വെസ്റ്റേൺ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യയാണ്. സതേൺ സ്റ്റേറ്റ്സും വെസ്റ്റേൺ സ്റ്റേറ്റ്സും ഈസ്റ്റേൺ സ്റ്റേറ്റ്സും നോർത്തേൺ സ്റ്റേറ്റ്സിനെക്കാട്ടും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതിനകത്ത് കൂടുതലും പറയുന്നത്. സോ സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ US ഇലക്ഷൻ വരുന്നതുകൊണ്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള US റിലേറ്റഡ് കാര്യങ്ങളാണ്. നമുക്ക് അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ അത്രയധികം കാര്യങ്ങൾ വരാൻ സാധ്യതയില്ല. നമ്മൾ ഒബ്സർവ് ചെയ്തിരുന്നാൽ മതി. പക്ഷേ അതിൻ്റെ ഡെപ്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്ന പോലെ US പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഇത് കളക്റ്റീവ് പീസ് ഇൻ മിയാൻമാറിൽ അവിടുത്തെ ഒരു പ്രോബ്ലം സോൾവിങ് ആണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കാണേണ്ടത്. മിയാൻമാറിലെ പ്രോബ്ലംസ് കംപ്ലീറ്റ്ലി റിസോൾവ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇത് നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവും, മിലിറ്ററി കൂ അല്ലെങ്കിൽ മിലിറ്ററി ഹൂണ്ട എന്നാണ് വായിക്കുക, പക്ഷേ ഇറ്റ്സ് കോൾഡ് എ ഹൂണ്ട. ഇറ്റ്സ് എ മിലിറ്ററി ഹൂണ്ട ഓർ എ മിലിറ്ററി കൂ ഡേത്താറ്റ് എന്നൊക്കെ പറയുന്ന മിലിറ്ററി ഇഷ്യൂസ് ഒരുപാട് മിയാൻമാറിൽ നടക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി അപ്പോൾ മിയാൻമാർ ഇങ്ങനെ ഒരു മിലിറ്ററി ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ടോ എന്നൊരു ലാർജർ ചോദ്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി മിയാൻമാറിലാണെങ്കിൽ മിയാൻമാറുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, ഇവിടെ ഒരു കൂ നടന്നതായി പറയുന്നുണ്ട്. അതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഏജൻസിയും കൂടാണ് ASEAN. കാരണം കുറേ വർഷത്തിന് ശേഷം ASEAൻ്റെ മീറ്റിങ്ങിൽ, അപ്പോൾ ASEAN എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ASEAൻ്റെ മീറ്റിങ്ങിൽ മിയാൻമാറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വന്നു. സോ ഇന്ത്യ പോലത്തെ രാജ്യം, ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ഇന്ത്യാസ്? സോ ദിസ് ഓൾസോ ബ്രിങ്സ് us ടു എ ലാർജർ ക്വസ്റ്റ്യൻ. ഇന്ത്യ മിയാൻമാർ റിലേഷനും കൂടെ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ആക്ട് ഈസ്റ്റ് പോളിസി ഓർത്തു വെക്കണം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ആക്ട് ഈസ്റ്റ് പോളിസി. ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത്, ഈ പോളിസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മിയാൻമാർ അത് വളരെ ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ അസാമിൻ്റെ വാട്ട് ഇസ് 5 point കോൺസെൻസസ്, അസാമിൻ്റെ 5 point കോൺസെൻസസ് മിയാൻമാറിനെ കുറിച്ചിട്ടാണ്. 5 point കോൺസെൻസസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? അപ്പോൾ ഇതൊക്കെയാണ് മിയാൻമാറിലെ പ്രശ്നം എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതേപോലെ ASEAN എന്ത് റോളാണ് അതിൽ വഹിക്കുന്നത്, ഇന്ത്യ മിയാൻമാറും റിലേഷനും എത്രത്തോളം ബെറ്റർ ആണെന്നുള്ളതും കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുണ്ട്. എഡിറ്റോറിയൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ അമേരിക്കൻ ഇലക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ വാർത്തയിലും പറയുന്നുണ്ട്. മെജോറിറ്റി ആൾക്കാർ കമല ഹാരിസിനെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രംപിന് വേണ്ടിയും ഒരുപാട് നല്ല സപ്പോർട്ട് അവിടെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ഇമ്പോർട്ടൻറ്റ് നാഷണൽ ന്യൂസ്. നമുക്കടുത്ത പ്രധാനപ്പെട്ട നാഷണൽ വാർത്തകളിൽ പോവാം. കശ്മീർ പിന്നെയും ഒരു വളരെ ഹോട്ട് ടോപ്പിക് ആയിട്ട് മാറുകയാണ്. കാരണം മിലിറ്റൻസി വളരെയധികം ഹൈയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സുന്ദർബാനി സ്ഥലത്തും ഇപ്പോൾ ഗാന്ദർബാൽ, ഇപ്പോൾ കുറേ ദിവസമായിട്ട് നിങ്ങൾ പേപ്പർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കശ്മീരിലെ സ്ഥലം, ഇപ്പോൾ സുന്ദർബാനി സെക്ടർ ആണെങ്കിലും അതേപോലെ ഗാന്ദർബാൽ ആണെങ്കിലും എല്ലായിടത്തും മിലിറ്റന്റ് അറ്റാക്സ് വളരെയധികം കൂടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, മിലിറ്റൻസിൻ്റെ കയ്യിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് വെപ്പൻറി ഉണ്ട്. അന്ന് പറഞ്ഞില്ല, ആർമറൊക്കെ പിയേഴ്സ് ചെയ്ത് പോകുന്ന ബുള്ളറ്റൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ, അപ്പോൾ ആർമി കണ്ടിന്യൂസ്ലി ഇവിടെ സ്ട്രാറ്റജൈസ് ചെയ്യുന്നുണ്ട്. NSG കമാൻഡോസ് എല്ലാവരും ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. സോ വി ആർ ഹാവിങ് എ വെരി ടഫ് ടൈം ഇൻ കശ്മീർ. സോ മിലിറ്റൻസ് പ്രോബ്ലം അത് ഡെഫിനറ്റ്ലി ഇലക്ഷനൊക്കെ നടന്ന് വന്നതിന് ശേഷം കശ്മീർ പീസ്ഫുൾ ആവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചോളം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അമിത്ഷാ അൺവീൽസ് ആപ്പ് ഫോർ ഡെത്ത് ആൻഡ് ബർത്ത്. ഇനി ആപ്പ് മൊബൈൽ ഫോണിൽ തന്നെ ഒരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആപ്പ് വഴി തന്നെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ അപ്ലൈ ചെയ്യാം. അത് വളരെ നല്ലതാണ്. സോ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. GS പേപ്പർ 2 നമ്മൾ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഗവേണൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന കാര്യമുണ്ട്. ദാറ്റ് ഇറ്റ് ഇസ് ബ്രോട്ട് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഗവൺമെൻറ് റിലേറ്റഡ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് IT ആൻഡ് ഗവേണൻസ്, ഇറ്റ്സ് എ മിക്സ് ഓഫ് IT ആൻഡ് ഗവേണൻസ് വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. സോ ദർ ഇസ് എ ഗുഡ് മിക്സ് ഓഫ് IT ആൻഡ് ഗവേണൻസ്. അതിന് നല്ലൊരു മോഡലാണെന്നാണ് ഇവിടെ പറയുന്നത്. സോ യു നീഡ് ടു നോ വാട്ട് ഈസ് ദ സിസ്റ്റം ഓഫ് CRS. എന്താണ് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം? ഈ CRS ആണല്ലോ, ഇത് CRS ത്രൂ ആണ് ഇത് കൊണ്ടുവരുന്നത്. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ, CRS എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ബർത്ത് ആൻഡ് ഡെത്ത് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഹാസിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. എവിടെ നിന്ന് വേണോ രജിസ്റ്റർ ചെയ്യാം, ഫ്രം എനി പ്ലേസ് ഇൻ സ്റ്റേറ്റ്സ് ഒഫീഷ്യൽ ലാംഗ്വേജിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ പറയുന്നത്, ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതൊരു സിംഗിൾ ഡോക്യുമെൻ്റ് ആണ്. സിംഗിൾ ഡോക്യുമെൻ്റ് ഫോർ എല്ലാ ജനനം, സ്കൂളിംഗ്, കോളേജ്, അതേപോലെ കല്യാണം, മാരേജ്, അതേപോലെ മരണം, എല്ലാം ഒറ്റൊന്നാണ്. അതേപോലെ ജോലി നേടാനും, ജനിക്കുന്നത്, സ്കൂളിൽ പോകുന്നത്, കോളേജിൽ പോകുന്നത്, ജോലി കിട്ടുന്നത്, കല്യാണം കഴിക്കുന്നത്, മരണം എല്ലാം കൂടെ ചേർത്ത് ഒറ്റ ഇതാണ്. സോ ഇതൊരു സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക.
Now this is going to be a centralized database. ഇതൊരു സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ആയിരിക്കും. ഇത് അപ്ലോഡ് ചെയ്യുന്നത് NPR-ലേക്കാണ്, നാഷണൽ പോപ്പുലർ രജിസ്റ്റർ. പ്ലീസ് റിമെമ്പർ വാട്ട് ഇസ് ദിസ് NPR. നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം സെൻട്രലൈസ്ഡ് ആണ്, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിലേക്കാണ് പോകുന്നത്. ആൻഡ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആക്ടിനെ കുറിച്ചിട്ടും കൂടെ പറയുന്നുണ്ട്, ഓർത്തിരിക്കണം. വാട്ട് ഇസ് ദ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് അമെൻമെന്റ് ആക്ട് 2023. ഇത് പണ്ട് 1969 ആക്ട് ആയിരുന്നു. 1969 പിന്നെ ബർത്തും ഡെത്തും രജിസ്ട്രേഷൻ അമെൻമെന്റ് ആക്ട് ആണ്. സോ എല്ലാം ഡിജിറ്റലി ആണ്, നമുക്ക് പോർട്ടൽ വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് അപ്പോൾ 2023 ആക്ട് അമെൻമെന്റ് എന്താണ് NPR, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്? ഇതിൽ ഏകദേശം കണ്ടോ 2010 സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ 2015 അപ്ഡേറ്റ് ചെയ്തു. ഡോർ ടു ഡോർ എല്ലാവരെയും പോയി കണ്ട് എല്ലാ ആൾക്കാരെയും കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 119 കോടി, ഇറ്റ്സ് ഓൾമോസ്റ്റ് 190 crores ആൾക്കാരുടെ ഡേറ്റാബേസ് ഇതിനകത്തുണ്ട് NPR എന്നുള്ളത്. ഇതേ NPR ആണ് NRCയുടെ ഫൗണ്ടേഷനും. വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്ത് വയ്ക്കുക. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, അസാമിലൊക്കെ വരുന്നില്ല, ആരാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന് തെളിയിക്കുന്ന രേഖയുള്ള. സോ ഇതേ NPR, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തന്നെയാണ് അതിൻ്റെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസിന്റെ ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ ഉറപ്പായിട്ടും NPR ആണ് ആദ്യം നമ്മുടെ ഡേറ്റ NPR-ലേക്ക് പോകുന്ന നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഇതാണ് NCR, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ, NRCയുടെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും അത് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ചെറിയൊരു ആർട്ടിക്കിൾ ആണെങ്കിലും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഐ ഹോപ്പ് ഐ മേഡ് ദിസ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ടത്, General Electric may deliver engines for LCA by March or April. India invokes penalty clause. അപ്പോൾ എന്താണ് LCA, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്? എന്താണ് ഈ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്നുള്ളത്? ഇതിൽ പറയുന്നുണ്ട് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്. LCA MK1A ആണ്, ആ പേര് ഓർത്ത് വെച്ചോ, MK1A. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തേജസ് എന്ന് പറയുന്ന ലൈറ്റ്, ഇത് ഭയങ്കര ലൈറ്റ് എയർക്രാഫ്റ്റ് ആണ്, ഭയങ്കര ഹെവി എയർക്രാഫ്റ്റ് പോലല്ല. സോ എന്താണ് LCA എന്നുള്ളത് ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിലും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഇത് ജനറൽ ഇലക്ട്രിക് ഓൾറെഡി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്നുണ്ട്. എത്രയോ കോടി രൂപയാണ് ഇതിനു വേണ്ടി ഈ LAC അല്ലെങ്കിൽ തേജസ് എയർക്രാഫ്റ്റിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത്. 2 വർഷം മുന്നേ കിട്ടേണ്ടതാണ്, പക്ഷെ ഇതുവരെ പൈസ കൊടുത്തിട്ടും കിട്ടിയില്ല. പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യ ഹാസ് ഇൻവോക്ഡ് ദ പെനാൽറ്റി ക്ലോസ്. ഫൈൻ അടച്ചുകൊണ്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് പെനാൽറ്റി ക്ലോസ്. പെനാൽറ്റി അടിച്ചു, ഇത്രയും വർഷമായിട്ട് ഡെലിവറി ചെയ്തിട്ടില്ല അവർ. അതിലെടുത്ത് പറയുന്നുണ്ട് ദ ഡീൽ ഇസ് ബിറ്റ്വീൻ ദ ജനറൽ ഇലക്ട്രിക് ആൻഡ് ദ ഡിഫൻസ്. ആരൊക്കെയാണ്? GE ഉണ്ട്, പിന്നെ അതേപോലെ ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL-ഉം തമ്മിലാണ് ഡീലുള്ളത്. 48,000 കോടി രൂപയാണ്. ജസ്റ്റ് ഇമാജിൻ 48,000 crore, 48,000 കോടി രൂപയാണ് ഈ HAL-ആയിട്ട്. 83 ഈ ഫൈറ്റർ പ്ലെയിൻസിനെ കുറിച്ച് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ഈ ഫൈറ്റർ പ്ലെയിൻസ് എന്നുള്ളത്. അപ്പോൾ ഇത് 2024 ഇത്രയും പ്ലെയിൻ ആവശ്യമുണ്ട്. ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഡെലിവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെനാൽറ്റി ക്ലോസ് അടിച്ചിരിക്കുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് LCA, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ആലോചിക്കണം. ഈ തേജസ് എന്ന് പറയുന്നത് തന്നെ, തേജസ് LCA, ഇത് തന്നെ 1980s ഇതിനെക്കുറിച്ച് വലിയ മാറ്റം വന്നത്. ഈ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് വന്നത്. ഇത് തേജസ് എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്ത, പണ്ട് നമുക്ക് മിഗ് ഉണ്ടായിരുന്നല്ലോ, MiG-21 ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ MiG-21 എന്ന് പറഞ്ഞ പ്ലെയിൻ ഉണ്ടായിരുന്നു. ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിന് തേജസ് വന്നതും. ഇതില്ല LCAയുടേതായ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ് ആണെങ്കിലും, ഇതിൻ്റെ സ്ലീക്ക് ഡിസൈൻ ആണെങ്കിലും, ഇതിൻ്റെ ഓപ്പറേഷൻ ആണെങ്കിലും, ഇതെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന് കോമ്പാക്ട് ചെയ്യാനും. എയർ ടു എയർ കോമ്പാറ്റിന് ബെസ്റ്റാണ്, എയർ ടു എയർ കോമ്പാറ്റിന് തേജസ് ബെസ്റ്റാണ്. അതേപോലെ ഗ്രൗണ്ട് അറ്റാക്കിങ്ങിന് ബെസ്റ്റാണ്, റീകോണൈസൻസിന് ബെസ്റ്റാണ്. ഞാൻ ഇതൊക്കെ എക്സ്ട്രാ പറയുന്നതാണ്, നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ് എന്താണ് LCA, ലൈറ്റ് കോമ്പാറ്റ് എന്തിനാണ് നല്ലതെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇതാണ്, രാജ്നാഥ് ഫ്ലാഗ്സ് ഓഫ് സാഗർമാല പരിക്രമ ടു തൂത്തുക്കുടി. ഇത് നേവിയുടെ പ്രോഗ്രാമാണ്. സാഗർമാല പരിക്രമ എന്ന് പറയുമ്പോൾ 1500 കിലോമീറ്റർ ആണ് ബൈ an autonomous surface manufactured by സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് ഫ്രം മുംബൈ ടു തൂത്തുക്കുടി. അപ്പോൾ നമുക്ക് മാപ്പ് കൃത്യമായിട്ട് അറിയണം. ഇന്ത്യയുടെ മാപ്പിൽ മുംബൈ എവിടെയെന്ന് അറിയണം, തൂത്തുക്കുടി എവിടെയെന്ന് അറിയണം. സോ 1500 കിലോമീറ്റർ പാസേജ് ഉള്ള ഒരു ഇതാണ് സാഗർ മാല പരിക്രമ എന്ന് ഉദ്ദേശിക്കുന്നത്. മുംബൈ മുതൽ തൂത്തുക്കുടി വരെ പോകുന്നതാണ്. സോ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് UPSCക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, വാട്ട് ഈസ് NIIO? എന്താണ് ഈ NIIO എന്ന് പറയുന്നത്? നാഷണൽ
നേവൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻഡിജിനസ് ഓപ്പറേഷൻ, നേവൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻഡിജിനസ് ഓർഗനൈസേഷൻ ആണ് NIIO എന്ന് പറയുന്നത്. നേവൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻഡിജിനസ് ഓർഗനൈസേഷൻ ആണ് NIIO എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കണം. സോ ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇതിൽ കുറേ പേരുകൾ നമ്മൾ ശ്രദ്ധിക്കും, വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് കഥ മനസ്സിലാക്കിക്കോ. നേവിക്ക് ഒരുപാട് ടെക്നോളജി ആവശ്യമുണ്ട്. ആ ടെക്നോളജി എന്ന് പറയുന്നത് ഇൻഡിജിനസ് ടെക്നോളജി ആണെങ്കിൽ അത്രയും നല്ലത്. ഇന്ത്യ ഉണ്ടാക്കുന്ന ടെക്നോളജി ആണെങ്കിൽ നമുക്ക് ഫോറിൻ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. അതേപോലെ കട്ടിംഗ് എഡ്ജ്, അത്രയും നല്ല ടെക്നോളജി, കട്ടിംഗ് എഡ്ജ് ടെക്നോളജി നേവിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ NIIO എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ എക്സ്ട്രാ ഷെയർ ചെയ്യാം. ഈ NIIOന്റെ ഭാഗം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത് NTAC എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് NTAC എന്ന് പറയുന്നത്? ഇത് നേവൽ ടെക് ആക്സിലറേഷൻ കൗൺസിലാണ്. നേവൽ ടെക് ആക്സിലറേഷൻ കൗൺസിലാണ് NTAC എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ വളരെയധികം ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നേവിയിലേക്ക്. സോ NIIO എന്ന് പറയുന്നത് തന്നെ ഇൻഡിജിനസ് ആയിട്ട് കൊണ്ടുവരണം. അതേപോലെ NTAC ഓർത്തു വെക്കുക, നേവൽ ടെക്നിക്കൽ അല്ലെങ്കിൽ നേവൽ ടെക്നോളജിക്കൽ ആക്സിലറേഷൻ കൗൺസിൽ എന്നാണ് ഇതിൻ്റെ പേര്. ടെക്നോളജിയൊക്കെ കൊണ്ടുവരുന്നതാണ് ഇത് ഏജൻസി. അപ്പോൾ നേവിക്ക് ടെക്നോളജി വേണം. അതിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 2 കാര്യങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് അതിഥി 3.0. എന്താണ് അതിഥി? ഓർത്തു വെക്കാൻ നല്ലതാണ്. എന്താണ് അതിഥി 3.0? അതേപോലെ തന്നെ വാട്ട് ഇസ് ഡിസ്ക് 13? ഇതൊക്കെ നേവിയുടെ പ്രോഗ്രാംസ് ആണ്. ഡിസ്ക് 13 പ്രിലിംസിന് ചോദിക്കാവുന്നതാണ്. എന്താണ് ഈ അതിഥി എന്ന് ഉദ്ദേശിക്കുന്നത്? സോ പ്ലീസ് ചെക്ക് ഔട്ട് ഏസിംഗ് ഡെവലപ്മെന്റ് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് വിത്ത് ഐഡെക്സ്. ഇതാണ് അതിഥി എന്നുള്ളത്. സോ എന്താണ് ഈ പറയുന്ന പോലെ ഐഡെക്സ് എന്നുള്ളതും കൂടെ നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഐഡെക്സ്? ഐഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നോവേഷൻ ത്രൂ ഡിഫൻസ് എക്സലൻസ്. ഇന്നോവേഷൻ ത്രൂ ഡിഫൻസ് എക്സലൻസ് എന്നാണ് എൻ്റെ വാക്ക്. ഇന്നോവേഷൻ ഡിഫൻസ് എക്സലൻസ്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രോഗ്രാമാണ്, ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ്. ഇതിൽ ഒരുപാട് ഡിഫൻസിൽ എക്സലൻസ് വേണമെന്ന് പറയുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിഥി. ഏസിംഗ് ഡെവലപ്മെന്റ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് വിത്ത് ഐഡെക്സ്, അതാണ് അതിഥി. അതേപോലെ ഡിഫൻസ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ചലഞ്ചസ് ഡിസ്ക് 13. അപ്പോൾ ഈ ടെക്നോളജിയുടെ ഒക്കെ ഭാഗമായിട്ട് എന്താ വെച്ചാൽ നേവി, NTAC പോലത്തെ കൗൺസിൽസ് എല്ലാം ഒരുപാട് MSMEസും മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസും അതേപോലെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആയിട്ടൊക്കെ കണക്റ്റഡ് ആണ്. എന്നാലല്ലേ നല്ല കട്ടിംഗ് എഡ്ജ് ടെക്നോളജി നേവിക്ക് കിട്ടുള്ളൂ. സോ MSME സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആയിട്ടെല്ലാം കണക്റ്റഡ് ആണ്. സോ കഥ മനസ്സിലായാലും നേവിക്ക് ടെക്നോളജി ആവശ്യമുണ്ട്, ഭയങ്കര ഹൈടെക് ആവശ്യമുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതെല്ലാം കൂടെ എങ്ങനെ കണ്ടെത്താം? ഇതൊക്കെയാണ് NTACും NIIO എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട്. സോ അതിഥി 3 features a challenge from Navy to design high-powered microwave weapon system. This 13 presents 7 challenges, 3 from the Army, 2 from Navy and Air Force in the domains of AI, military and communication. ഇത് ഐഡെക്സിൻ്റെ ഒരു ചലഞ്ചാണ്. അതിഥി ഇതേപോലെ ഒരു ഹൈ വെപ്പൺ സിസ്റ്റം ഉണ്ടാക്കണം, മറ്റേതൊരു ചലഞ്ചാണ്. ആർമി, എയർഫോഴ്സ്, നേവിക്ക് വേണ്ടിയുള്ള ചലഞ്ചാണ്. സോ ഇത് കിട്ടുകയാണെങ്കിൽ അത്രയും അധികം കമ്പനീസിന് ഇതിന് പങ്കെടുക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള കഥ. ഓക്കെ, പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഗ്രാൻറ്റഡ് ലോങ് ടേം വിസാസ് ടു 145 പാകിസ്ഥാനീസ് ഇൻ സെപ്റ്റംബർ. ഏകദേശം 140. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമല്ല, ഇന്ത്യൻ പോളിറ്റിയിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഇന്ത്യ ഷോർട്ട് ടേം വിസ കൊടുക്കാറുണ്ട്, ലോങ് ടേം വിസയും കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് അതായത് പാകിസ്ഥാനി ഹിന്ദുസിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുസ് ഇൻ പാകിസ്ഥാൻ്റെ അടുത്ത് നിന്നാണ് റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. അതേപോലെ മെമ്പേഴ്സ് ഓഫ് 6 നോൺ മുസ്ലിം കമ്മ്യൂണിറ്റീസ്, അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. ഇവിടെയാണ് വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായത്. രാജ്യങ്ങളുണ്ട്, അഫ്ഗാനിസ്ഥാൻ, അതിൽ പറയുന്നുണ്ട് പാകിസ്ഥാൻ, യു ക്യാൻ സി പാകിസ്ഥാൻ, ബാംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളെന്നൊക്കെ ഷോർട്ട് ടേം വിസയിലും ലോങ് ടേം വിസ, ഷോർട്ട് ടേം വന്നവർക്കൊക്കെ ലോങ് ടേം വിസ കൊടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് ബാംഗ്ലാദേശ്, ഇതിൽ പാകിസ്ഥാനി ഹിന്ദുസിന് കൊടുക്കുന്നുണ്ട്. പിന്നെ നോൺ മുസ്ലിംസ് അല്ലാത്ത ഹിന്ദുസ്, സിഖ്സ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ്, പാർസീസ് ആൻഡ് ക്രിസ്ത്യൻസ്, ഇവിടെയാണ് കോൺട്രവേഴ്സി ആയത്. ഇവർക്കെല്ലാം ഇന്ത്യയിൽ വിസ കൊടുക്കും, താമസിക്കാൻ ഇത് കൊടുക്കുന്നുണ്ട്, ലോങ് ടേം വിസ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, റിമെമ്പർ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 വെരി ഇമ്പോർട്ടൻറ്റ്. UPSCക്ക് ഉറപ്പായിട്ടും പോളിറ്റിയിലേക്ക് പോയി നോക്കണം, എങ്ങനെയൊക്കെ നമുക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാം. രജിസ്ട്രേഷൻ വഴി ചെയ്യാമോ, നാച്ചുറലൈസേഷൻ വഴി ചെയ്യാമോ, എങ്ങനെയൊക്കെ സിറ്റിസൺഷിപ്പ് കളയാം. ക്യാൻ യു വേവ് ഓഫ് യുവർ സിറ്റിസൺഷിപ്പ്, ക്യാൻ യു റിനൗൺസ് യുവർ സിറ്റിസൺഷിപ്പ്? ഓർമ്മ വേണം ഈ ചോദ്യങ്ങളൊക്കെ. ഇവിടെ പറയുന്നത് നാച്ചുറലൈസേഷൻ ആണ്.
1955 ആക്ട് അനുസരിച്ചിട്ട് ഒരു കണ്ടീഷൻ, നാച്ചുറലൈസേഷൻ്റെ കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുന്ന ആൾ ഏകദേശം 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. അതിൽ അവസാനത്തെ ഒരു വർഷം 12 മാസം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യ താമസിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും എന്നിവിടെ പറയുന്നുണ്ട്. സോ ഇതും കൂടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഈ സിറ്റിസൺഷിപ്പ് ആക്ടും നാച്ചുറലൈസേഷൻ, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് നാച്ചുറലൈസേഷൻ, രജിസ്ട്രേഷൻ, ഈ നാച്ചുറലൈസേഷനും കൂടെ ഓർത്ത് വെക്കണം. ഓക്കെ, സോ അതാണ് ഇതിനകത്ത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പോളിറ്റിയിലേക്ക് പോകേണ്ട ഒരു ക്വിക്ക് ടേക്ക് അവേ അതാണ്. പിന്നെ 4 എലിഫൻറ്റ്സ് ഡൈ ഇൻ ടൈഗർ റിസർവ്. എലിഫൻസിന്റെ മരണത്തെക്കാട്ടും കൂടുതൽ UPSCക്ക് ഇമ്പോർട്ടൻറ്റ് ഇവിടെ ഒരു നാഷണൽ ടൈഗർ റിസർവിന്റെ പേര്. ഇന്നലെ തന്നെ സിംലിപ്പാൽ ടൈഗർ റിസർവ് ഉണ്ടായിരുന്നു. അതേപോലെ അന്ധേരി മുംബൈയിലുള്ളൊരു ടൈഗർ റിസർവ് ഉണ്ട്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വെർ ഇസ് ബന്ധവ്ഗാഡ്, വെർ ഇസ് ദ ബന്ധവ്ഗാഡ് ടൈഗർ റിസർവ്, വെർ ഇസ് ദിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബന്ധവ്ഗാഡ് ടൈഗർ റിസർവ് ഇൻ മധ്യപ്രദേശ്. മാച്ച് ദ ഫോളോയിങ്ങിൽ ടൈഗർ റിസർവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു വർഷം നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ എൻ്റെ അറിവിൽ മിക്കവാറും ചുരുങ്ങിയതൊരു 12 ടൈഗർ റിസർവെങ്കിലും നമുക്ക് പേപ്പറിൽ നിന്ന് തന്നെ കിട്ടും. അത് തന്നെയായിരിക്കും UPSCക്ക് മേജറായിട്ട് ചോദിക്കുന്നുണ്ടാവുക. ന്യൂസിലുണ്ടല്ലോ. സോ ബന്ധവ്ഗാഡ് ടൈഗർ റിസർവ് ഫ്രം മധ്യപ്രദേശ് ഓർത്ത് വെക്കുക. ഹാവ് എ ഗുഡ് ഐഡിയ ഓൺ ദാറ്റ്. ഓക്കെ, ഹാവ് എ ഗുഡ് ഐഡിയ ഓൺ ദാറ്റ്. അതാണ് ഇതിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ അടുത്തതെല്ലാം പൊളിറ്റിക്കൽ വാർത്തകളാണ്. ഡിസഗ്രിമെന്റ്സ് കണ്ടിന്യൂ ഓൺ വഖഫ് ബോർഡ്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ഇതിനൊരു തീരുമാനം ആവുന്നില്ല. എന്താണ് വഖഫ്, എന്താണ് ഈ ബോർഡ് ചെയ്യുന്നത്? വഖഫ് അമെൻമെന്റ് ബോർഡ് നടക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസം മുന്നേ പാർലമെന്റിൽ ഏതോ ഒരു MP എങ്ങാണ്ട് കുപ്പി പൊട്ടിച്ചു, ഗ്ലാസ് കുപ്പി അടിച്ചു പൊട്ടിച്ചു, പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സോ വഖഫ് അല്ലെങ്കിൽ വഖഫ് എന്താണ്, വഖഫ് ബോർഡിൽ ഒരുപാട് ചലഞ്ചസ് നടക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ അതൊക്കെയാണ് പൊളിറ്റിക്കൽ വാർത്തകൾ ഇവിടെ കൂടുതലും വരുന്നത്. പിന്നെ എല്ലാം പൊളിറ്റിക്കൽ വാർത്തകൾ തന്നെയാണ്. സ്റ്റേറ്റിന് ഇനി വേറെ എന്തെങ്കിലും നാഷണൽ അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാനെ കൊല്ലുമെന്ന് പറഞ്ഞ ആൾക്കെതിരെ ഡെത്ത് കൊല്ലുമെന്ന് പറഞ്ഞ ആൾക്കെതിരെ ത്രെറ്റ് കൊടുത്തു. പക്ഷെ ഇതിനകത്ത് ഏറ്റവും രസം നമ്മൾ നോക്കേണ്ടത് സെക്ഷൻസ് 308, 308, 351 ഓഫ് ദ ഭാരതീയ ന്യായ സംഹിത ഓർ BNS. ഈ BNS എന്ന് പറയുമ്പോൾ ഇപ്പോൾ IPC ചാർജ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ചില വാർത്തകൾ നമുക്ക് IPCയിൽ വരാറുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവണം. ഇന്ത്യയിൽ ഇപ്പോൾ ശരിക്കും ഏത് നിയമമാണ് കൊണ്ടുവരുന്നത്? BNS ആണോ എടുക്കുന്നത്, IPC ആണോ ചാർജ് ചെയ്യുന്നത്? അത് രണ്ടും ഒന്നാണോ? രണ്ടും വേറെ വേറെ സെക്ഷൻസ് അല്ലേ എന്നുള്ളതും കൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB എന്ന് പറയുന്നത് അതും ഒരു ഇമ്പോർട്ടൻറ്റ് ബോഡിയാണ്. എന്താണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ? ഇത് എപ്പോഴും വരുന്നതാണ്. കൺസിഡർ ദ ഫോളോയിങ്സ്. അപ്പോൾ നിങ്ങളിത് ഡെഫിനറ്റ്ലി നമ്മൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. വാട്ട് കൈൻഡ് ഓഫ് ഏജൻസീസ് NCB എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇവിടെ മെത്ത് ലാബ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. സോ മെത്ത് മാനുഫാക്ചർ ചെയ്യുന്ന UPയിൽ ഇതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ഓപ്പറേഷൻസ് പോലെ, ഒരു കെമിക്കൽ ഫാക്ടറി പോലെ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മറവിലാണ് ഇവർ ഈ മെത്ത് ക്രിയേറ്റ് ചെയ്തത്, മയക്കുമരുന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതാണ്. 95 കിലോ ഡ്രഗ്സ് ആണ് പിടിച്ചെടുത്തത്. അത് നടത്തിയിരുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ആളും തിഹാർ ജയിലിലെ വാർഡനും, തിഹാർ ജയിലിലെ മുൻ വാർഡനാണെന്ന് തോന്നുന്നു, തിഹാർ ജയിലായിട്ട് ബന്ധപ്പെട്ട ഒരു വാർഡനും മെക്സിക്കൻ കാർട്ടലിലെ ഒരാളും മാഫിയയും കൂടാണ് ഇവർ നടത്തിയിരുന്നത്. സോ ഇത് ഇങ്ങനത്തെ വാർത്തകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും, ഡ്രഗ്സും നാർക്കോട്ടിക്സും. അതിൽ നമുക്ക് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്താണ്, ഇത് പോലീസിൻ്റെ അണ്ടറിൽ വരുന്നതാണോ അതോ ഗവൺമെൻറ്റിന് സെപ്പറേറ്റ് ബോഡിയാണോ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളതും കൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ 10. പിന്നെ മഹാരാഷ്ട്ര ഈ അടുത്തൊരാളെ കണ്ടുപിടിച്ചു. നാഗ്പൂരിലുള്ള 35 വയസ്സുകാരനായ ഗോണ്ടിയ ആളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അയാളാണ് എത്രയോ ഒരു രസത്തിന് വേണ്ടി ഇയാളൊരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്, ടെററിസത്തിനെ കുറിച്ചൊരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ഇയാളാണ് ഇത്രയും ബോംബ് ത്രെറ്റ്സ് അയക്കുന്നതെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു രസമുള്ള പരിപാടിയാണ്. അയാൾ ബുക്കൊക്കെ എഴുതി, ടെററിസത്തിന് എങ്ങനെ ബുക്കൊക്കെ എഴുതിയ ആൾ തന്നെയാണ് ഇത്രയും ഫ്ലൈറ്റ്സ് ക്രാഷ് ആവുന്നൊക്കെയുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും എല്ലായിടത്തും കത്തയച്ചുകൊണ്ടിരിക്കുന്നതാണ് മഹാരാഷ്ട്ര പോലീസ് പറയുന്നത്. സോ അടുത്ത പ്രധാനപ്പെട്ട കാര്യം is the important agency. What is the agency? NPPA. സോ എന്താണ് NPPA എന്ന് പറയുന്നത്? സോ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും ഒരു ഏജൻസിയാണ്. ഇന്ന് ഒരുപാട് ഏജൻസീസ് നമുക്ക് വരുന്നുണ്ട്. ഇതും പരീക്ഷയ്ക്ക് പ്രിലിംസിൽ ചോദിക്കാവുന്നതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് NPPA, നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി. അപ്പോൾ എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട NPA, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ആസ്പെക്ട് എന്താണെന്നും കൂടെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. സോ ഇത് വർക്ക് ചെയ്യുന്നത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
NPPA വർക്ക്സ് അണ്ടർ ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ദ DOP എന്നാണ് വിളിക്കുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നതാണ്. ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്താണ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസേഴ്സ്, മിനിസ്ട്രി ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ താഴെയാണ് ഇത് വരുന്നത്. മിനിസ്ട്രി ഓഫ്, ഇതും കൂടെ ഓർത്ത് വെച്ചോ, ഇതിൽ ജസ്റ്റ് ഇങ്ങനെ കുറെ ഡ്രഗിനെ കുറിച്ച് കൺട്രോൾ ചെയ്തെന്നാണ് പറയുന്നത്. ടു റെഡ്യൂസ് ദ മാക്സിമം പ്രൈസ് കുറയ്ക്കാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അറിയണം മിനിസ്ട്രി ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ താഴെയാണ് ഇത് വരുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്. ഇന്ത്യയിൽ ഫാർമസ്യൂട്ടിക്കൽസിന്റെ പ്രൈസ് നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് NPPA, നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണേണ്ടത്. സോ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മൈഥിലി മിസ്ഡ് ഔട്ട് ക്ലാസിക്കൽ ലാംഗ്വേജ്. നമുക്ക് ഈ അടുത്ത് ഒരുപാട് ലാംഗ്വേജിന് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കിട്ടിയില്ലേ? സോ അതും എന്താണ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പോൾ തന്നെ പാലി, പ്രാകൃത്, അതേപോലെ ഓൾറെഡി നമുക്കറിയാം തമിഴ്, സാൻസ്ക്രിത്, പിന്നെ നമ്മുടെ കേരളത്തിലെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഒഡിയ, ഇപ്പം അതേപോലെ തന്നെ മറാഠി ഉണ്ട്. ഇത്രയും ലാംഗ്വേജസിനൊക്കെ ക്ലാസിക്കൽ സ്റ്റാറ്റസ് കിട്ടിയിട്ടും മൈഥിലി ലാംഗ്വേജ്, ഇത്രയും പഴക്കമേറിയ ലാംഗ്വേജ് ഉണ്ടായിട്ടും മൈഥിലിക്ക് മിസ്സായിപ്പോയി. പറയുന്ന കാരണം ബീഹാർ ഗവൺമെന്റ് വേണ്ട രീതിയിൽ ഇത് പുഷ് ചെയ്തില്ലെന്നാണ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കിട്ടാൻ. 1500 മുതൽ 2500 വർഷം 3000 വർഷം പഴക്കമുള്ള സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റും ലിറ്റററി ട്രഡീഷനും ഒക്കെ ഉള്ള ലാംഗ്വേജിനാണ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അതേപോലെ ഈ മൈഥിലി എന്ന് പറയുന്ന ലാംഗ്വേജ് എടുത്തു പറയുന്നുണ്ട്, അത് കൊടുത്തില്ല അവർ. ഇത് 8ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിൽ ഉള്ള ഒരു ലാംഗ്വേജും കൂടാണ്. അതേപോലെ ജാർഖണ്ഡിൽ ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ജാർഖണ്ഡ്. അതേപോലെ ജാർഖണ്ഡ് മാത്രമല്ല, നേപ്പാളിലും ഇറ്റ്സ് ദ സെക്കൻഡ് ലാർജസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇതിന് ക്ലാസിക്കൽ ലാംഗ്വേജ് കൊടുത്തില്ലെന്നാണ്. ഏകദേശം 12 മില്യൺ സ്പീക്കേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 8ാമത്തെ ഷെഡ്യൂളിൽ ആഡ് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഒരുപാട് ലാംഗ്വേജസ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. സോ ഏതൊക്കെ ലാംഗ്വേജസ് ആണ് 8th ഷെഡ്യൂളിൽ ആഡ് ചെയ്തിട്ടുള്ളതും കൂടെ കണ്ടുപിടിക്കണം. UPSCക്ക് ചോദിക്കുക, പ്രിലിംസിന് ചോദിക്കാവുന്നതാണ്. സോ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈഥിലി ലാംഗ്വേജിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. സോ ഇതൊരു പ്രധാന വാർത്തയാണ്. പിന്നെ ഇതിനകത്ത് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് എന്താണ് വെറ്റിനറി ട്രീറ്റ്മെന്റിന് വേണ്ടി പറയുന്നതാണ്. അതിൽ there is something called, you should remember what is the concept of SVTG. എന്താണ് SVTG എന്നാണ് പറയുന്നത്. സോ പ്ലീസ് റിമെമ്പർ സ്റ്റാൻഡേർഡ് വെറ്റിനറി ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ലൈഫ് സ്റ്റോക്ക്, അതായത് കൂടുതലും ലൈഫ് സ്റ്റോക്ക് ആണ്, ആനിമൽ ഹസ്ബൻഡറി മിനിസ്ട്രി ഒക്കെ എല്ലാവരും കൂടെ എഫേർട്ട് എടുത്തിട്ടാണ്. കൂടുതലും ലൈഫ് സ്റ്റോക്കും പോൾട്രിയാണ്. ഇതിൽ പണം കാണിക്കുന്നുണ്ട്, പോൾട്രി, ലൈഫ് സ്റ്റോക്ക് ഇൻഡസ്ട്രിയും പോൾട്രി ഇൻഡസ്ട്രിയിലാണ് നമ്മൾ കാണേണ്ടത്. ഈ പോൾട്രി ഇൻഡസ്ട്രിയിൽ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ. സോ ദിസ് ഓൾസോ വിൽ ബ്രിങ് ഡൗൺ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന മരുന്ന് എന്ന് പറയുമ്പോൾ ഇവർക്ക് മരുന്ന് കൊടുക്കണ്ടേ, പോൾട്രിക്കും ലൈഫ് സ്റ്റോക്സിനും കാറ്റിലിനൊക്കെ. ഇതിൽ ആന്റിബയോട്ടിക്സിന്റെ ഇത് കുറയ്ക്കണം, ജസ്റ്റ് ബിക്കോസ് ടു റെഡ്യൂസ് ദി AMR, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. സോ സയൻസിന് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. സോ അത് കുറയ്ക്കാൻ വേണ്ടി ആദ്യമായിട്ട് എല്ലായിടത്തും ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ ആണ് SVTG എന്ന് പറയുന്നത്. അത് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് മിനിസ്ട്രി ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആണ് കൊണ്ടുവരുന്നത്. യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് സെന്റർ ഹാസ് കം അപ്പ് വിത്ത് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. എല്ലാ ബേർഡ്സിനും ആനിമൽസിനും സ്റ്റാൻഡേർഡ് സെറ്റ് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. അതാണ് SVTG എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചിട്ടാണ് ഇത് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഇത് വേറെ പറഞ്ഞ കാര്യം, ആയുർവേദിക് ഡ്രഗ്സ് കൊടുക്കാൻ പറയുന്നുണ്ട്. അതും കൂടെ നമുക്ക് എടുത്തു പറയുന്നതാണ്. റെഡ്യൂസ് ആയുർവേദിക് മരുന്നുകളും വേണമെങ്കിൽ, ആയുർവേദ റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നും വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഫോർ സം ഡിസീസസ് ലൈക്ക് ഇത് വന്നിരിക്കുന്ന എന്താണ് NDDB. വാട്ട് ഈസ് NDDB മീൻസ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് NDDB എന്ന് പറയുന്നത്. സോ ദേ ക്യാൻ യൂസ് എത്നോ വെറ്റിനറി മെഡിസിൻ. എന്താണ് അത് പറയുന്നതാണ്, എത്നോ വെറ്റിനറി മെഡിസിൻ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. യു ക്യാൻ യൂസ് എത്നോ വെറ്റിനറി മെഡിസിൻ ആൻഡ് ഹെർബൽ ഡ്രഗ്സ് ബൈ, ഇത് പറയുന്നത് NDDB പറയുന്നതാണ്. സോ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ദർ ഇസ് എ സിറ്റുവേഷൻ ലൈക്ക് ബൊവൈൻ മാസ്റ്റൈറ്റിസ്. ഇപ്പോൾ എന്താണ് ഈ ബൊവൈൻ മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷന് സാധാരണ ഹെർബൽ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആയുർവേദവും വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളത് NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഇതും കൂടെ പറയുന്നുണ്ട്. സോ ബൊവൈൻ മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നുണ്ട്, എത്നോ വെറ്റിനറി മെഡിസിൻ. സോ ഇത് പറയുന്നുണ്ട് ബൊവൈൻ മാസ്റ്റൈറ്റിസ് റെഡ്യൂസ് ഇറിറ്റേഷൻ. സോ എന്താണ് എത്നോ വെറ്റിനറി മെഡിസിൻ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നത്, എത്നോ വെറ്റിനറി മെഡിസിൻ. സോ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് വാർത്തയാണ്. സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ആണ്. SVTG എന്താണെന്നും കൂടെ ഓർത്തു വയ്ക്കുക.
സോ നാളെ എവിടെയെങ്കിലൊക്കെ ചോദ്യം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടാണ്. സോ ഗെറ്റ് ദിസ് കറക്റ്റ്. ആൻഡ് പിന്നെയുള്ളത് എക്കണോമിക്സിൽ പ്രധാനപ്പെട്ട വാർത്ത, ഇതിൽ കമ്പനീസിനെ കുറിച്ചാണ് കൂടുതൽ കാര്യം പറയുന്നെങ്കിൽ പോലും ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് എടുക്കാം. ഡെസ്പൈറ്റ് എ സ്ലോ സ്റ്റാർട്ട്, സ്റ്റേറ്റ്സ് കാപ്പെക്സ് ലൈക്ലി ടു റൈസ് ഫർദർ ദിസ് ഇയർ എന്നും കൂടെ പറയുന്നുണ്ട്. സോ ഇത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഇത് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാവണം. സോ ആദ്യം തന്നെ എന്താണ് സ്റ്റേറ്റ്സ് കാപ്പെക്സ് എന്ന് പറയുമ്പോൾ എക്കണോമിക്സിൽ ഇത് GS പേപ്പർ 3 മാത്രമല്ല, പ്രിലിംസിൽ എക്കണോമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ കാപ്പെക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? സോ കാപ്പെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫണ്ട്സ് ആണ്. സ്റ്റേറ്റ് ബേസിക്കലി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ് ക്രിയേഷന് വേണ്ടി പബ്ലിക്കിന് ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഫണ്ട് ടു ക്രിയേറ്റ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ അസറ്റ്സ് ഫോർ എ പബ്ലിക് ഗുഡ് ഫോർ എ ലോങ് ടൈം. ഒരു നല്ല പബ്ലിക്കിന് കുറേ കാലം നിൽക്കാൻ വേണ്ടി നമുക്ക് എക്സാമ്പിൾസ് നോക്കാൻ പറ്റുന്നേ ഉള്ളൂ. സ്റ്റേറ്റ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ എന്താ, റോഡ്, അതേപോലെ ബ്രിഡ്ജസ്, റെയിൽവേ ലൈൻസ് ക്രിയേറ്റ് ചെയ്യും. അത് സെൻറ്റർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. റെയിൽവേ, ബ്രിഡ്ജസ്, എയർപോർട്ട്, പോർട്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പബ്ലിക്കിന് ഗുണമുണ്ടാവുന്ന എന്തെങ്കിലും അസറ്റ് ഉള്ള ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നിവിടെ എടുത്തു പറയേണ്ടത്. സോ ഇതാണ് ബേസിക്കലി കാര്യം. മനസ്സിലായല്ലോ? സ്റ്റേറ്റ് എല്ലാം അതാത് സ്റ്റേറ്റിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇട്ടാലല്ലേ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുള്ളൂ. ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ഇതിൽ നിന്നും എന്തെങ്കിലും മെച്ചമുണ്ടായി, അവിടെ നിന്ന് ബിസിനസ് ഉണ്ടായി, പൈസ ഉണ്ടായി, ഈ പൈസ എക്കോണമിയിലേക്ക് വന്ന് എക്കോണമി വളരുള്ളൂ. മനസ്സിലായോ? ഡെവലപ്മെൻറ്റ് നല്ലോണം ഫണ്ട് ചെയ്താൽ ഇൻഫ്രാസ്ട്രക്ചർ വരും. നല്ല ഇൻഫ്രാസ്ട്രക്ചർ വന്നാൽ ആൾക്കാർ അതൊക്കെ ഉപയോഗിക്കും. നല്ല ബിസിനസ് വരും. നല്ല ബിസിനസ് വന്നാൽ നല്ല ഫണ്ട് വരും. ബിസിനസ് ഫണ്ട് ഇങ്ങനെ എക്കോണമി കിടന്ന് കളിക്കും. ഈ ഫണ്ട് ഇവിടെ കളിക്കും തോറും വലിയ രീതിയിൽ എക്കോണമി വലുതാകും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഏകദേശം 7%ഓളം 18% സ്റ്റേറ്റ്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പതുക്കെ കൂട്ടുന്നുണ്ട്. സ്റ്റേറ്റ്സ് പതുക്കെ തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക ആൻഡ് മഹാരാഷ്ട്ര ആർ എക്സ്പെക്ടഡ് ടു ഹാവ് അഡിക്വേറ്റ് ഫിസിക്കൽ പ്ലേസ് ടു മീറ്റ് ദ ബഡ്ജറ്റ് ക്യാപിറ്റൽ ഗോൾ. എല്ലാവരും നല്ലോണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചില സ്റ്റേറ്റ്സ് ദേ ആർ ബോറോയിങ്, കടം വാങ്ങിക്കുന്നുണ്ട്. എന്തിനാ? ഡെറ്റ്. ദേ ആർ റേസിങ് എക്സ്റ്റേണൽ ഡെറ്റ്. കടം വാങ്ങിക്കുന്നുണ്ട്. കടം വാങ്ങിച്ചിട്ട് ഡെവലപ്പ് ചെയ്യണം. ചില സമയത്ത് ഫണ്ട് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് കടം വാങ്ങിക്കേണ്ടി വരും. സെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാം, ബാങ്ക്സിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിക്കാം, ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് എടുക്കാം. ബേസിക്കലി നമ്മുടെ ബോണ്ട്സ് ഒക്കെ കൊടുത്തിട്ട് ഫണ്ട് റേസ് ചെയ്യാം മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് ഇത് ചിലവാക്കുന്നത് എന്നുള്ളതാണ്. സോ റവന്യൂ എക്സ്പെൻഡിച്ചർ, നിങ്ങൾ ഇത് എക്കണോമിക്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം ഏതൊക്കെയാണ്? പെൻഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഒരു റിട്ടയർഡ് ആർമിയിൽ ഒരു റിട്ടയർഡ് ബ്രിഗേഡിയർ ഉണ്ടെന്ന് വിചാരിക്കാം. ബ്രിഗേഡിയറുടെ ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്നത് എന്ത് എക്സ്പെൻഡിച്ചറാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാം പരീക്ഷയ്ക്ക്. അപ്പോൾ നമ്മൾ നല്ലോണം ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് ബോറോയിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സ്റ്റേറ്റ് കടം വാങ്ങിക്കുകയാണ് ഫണ്ട് ചെയ്യാൻ വേണ്ടി. ഈ ആർട്ടിക്കിൾ ചിലപ്പോൾ വായിച്ച് നിങ്ങൾക്ക് ഇത് കത്തില്ല. കുറച്ച് എക്കണോമിക്സ് കാണുമ്പോൾ നിങ്ങളുടെ ബോധം പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ആൻഡ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ, വാട്ട് ഇസ് capex to GSDP? എന്താണ് GSDP റേഷ്യോ? എന്താണ് GDP? നമ്മൾ പറയത്തില്ലേ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ GDP ഒരു രാജ്യത്തിൻ്റെ പോലെ തന്നെ സ്റ്റേറ്റിൻ്റെ. അപ്പോൾ capex to GSDP റേഷ്യോ എന്ന് പറയുമ്പോൾ എത്ര ശതമാനം, എത്ര % മൊത്തത്തിൽ? ഇത് സ്റ്റേറ്റിൻ്റെ GDP ആണ്. സ്റ്റേറ്റിൻ്റെ GDPക്ക്, അപ്പോൾ സ്റ്റേറ്റിൻ്റെ GDP ഇത്രയുണ്ടെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ എത്ര ശതമാനമാണ് കാപ്പെക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റിൻ്റെ GDP ഇത്രയും വലുതാണെന്ന് വിചാരിച്ചു, അതിൻ്റെ എത്ര ശതമാനമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നത്? അപ്പോൾ ഇതുണ്ടോ, ഇവിടെ ചെറുതും ഇവിടെ ഇത്രയും വലുതും, ഇതിന് എത്ര % ആണെന്ന് ഇത് നിർണ്ണയിക്കുന്നതാണ് capex to GSDP റേഷ്യോ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് 1000 ആണെന്ന് വിചാരിക്കാം. നമ്മളോട് പറയുന്നത് ഇത് ഏതാണ്ട് 50 അല്ലെങ്കിൽ 100. അപ്പോൾ നമ്മൾ പറയും 1000 നമ്മുടെ സ്റ്റേറ്റിൻ്റെ GDP 1000 ഉള്ളപ്പോൾ അതിൽ 100 ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിന് എക്സ്പെൻഡിച്ചറിന് വേണ്ടി കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ആ റേഷ്യോ കിട്ടിയില്ല. അതാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ചെറിയ ആർട്ടിക്കിളാണെന്ന് തോന്നും, പക്ഷേ എക്കണോമിക്സിന് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ അടുത്തൊരു എക്കണോമിക്സ് റിലേറ്റഡ് കണ്ടന്റ്, ഞാൻ ആക്ച്വലി എക്കണോമിക്സിന് വേണ്ടി ഒരു ചെറിയൊരു, അപ്പോൾ ഇന്നലെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പ്രത്യേകം ക്ലാസ് വേണമെന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ
എക്കണോമി ടോപ്പിക്സ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്കണോമി ടോപ്പിക്സ് മനസ്സിലാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് കോണ്ടന്റ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമല്ല. ചൈന മുൾസ് 1.4 trillion എക്സ്ട്രാ ഡെറ്റ് ഓവർ ദ നെക്സ്റ്റ് 5 years. ഇതിൻ്റെ കഥ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് മൊത്തം വായിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട 2 കാര്യം മനസ്സിലാക്കിയ കാര്യം കഴിഞ്ഞു. അതായത് ചൈന 1.4 trillion ആണ്, എത്ര 1000 ലക്ഷം കോടി രൂപയാണ് ചൈന ഡെറ്റ് എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ പല രീതിയിൽ ഇത് മെയിൻലി വേറെ ഒന്നുമല്ല, ചൈനയ്ക്കും ചൈനയുടേതായ രീതിയിൽ പ്രഷർ ഉണ്ട്. സോ ചൈന ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ സ്റ്റിമുലസ് പാക്കേജ്. എന്താണ് ഈ വാക്ക് സ്റ്റിമുലസ് പാക്കേജ് എന്ന് ഉദ്ദേശിക്കുന്നത്? താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. ഇറ്റ്സ് ഗോയിങ് ടു ക്രിയേറ്റ് എ സ്റ്റിമുലസ്. എവിടെ പോയി? ഇറ്റ്സ് ഗോയിങ് ടു ക്രിയേറ്റ് എ ഫിസിക്കൽ പാക്കേജ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ഒരു സ്റ്റിമുലസ് ആഡ് ചെയ്യണമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ആ സ്റ്റിമുലസ് എന്ന സംഭവം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്റ്റിമുലസ്? ഏകദേശം അതിൻ്റെ ചൈനയുടെ 8% GDP ഇക്വേറ്റ്സ് ടു 8% GDP. അത്രയും അധികം ഫണ്ട് ഇത് കൊടുക്കാൻ പോകുന്ന സ്റ്റിമുലസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് കിടപ്പുണ്ട്. യെസ്, ഹയർ സ്റ്റിമുലസ് എക്കോണമിയിൽ പമ്പ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് എ സ്റ്റിമുലസ് പാക്കേജ്. കണ്ടോ, സ്റ്റിമുലസ് പാക്കേജ് എന്നൊക്കെ പറയുമ്പോൾ എക്കോണമിയിൽ ഇത്രയും പൈസ പമ്പ് ചെയ്യാൻ പോവാണ്. ഒന്നില്ലെങ്കിൽ കടം വാങ്ങിക്കും, ഫണ്ട് എവിടെ നിന്നാണെങ്കിലും ഡെറ്റ് ആണെങ്കിലും ഫണ്ട് റേസ് ചെയ്താണെങ്കിലും മാർക്കറ്റിൽ പമ്പ് ചെയ്യാൻ പോവുക. കാരണം അവിടുത്തെ ഒരുപാട് പ്രോപ്പർട്ടി ക്രൈസിസ് ഉണ്ട്. ചൈനയിൽ ഒരുപാട് പ്രോപ്പർട്ടി ക്രൈസിസും അതേപോലെ ലോക്കൽ ഗവൺമെൻറ്റുകളെല്ലാം ഒരുപാട് കടത്തിലും നഷ്ടത്തിലാണ്. ഇതെല്ലാം ക്ലിയർ ഓഫ് ചെയ്ത് എക്കോണമി ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, അമേരിക്കൻ ഇലക്ഷൻ വരുന്നുണ്ട്. ട്രംപ് ആണ് ജയിക്കുന്നതെങ്കിൽ, അതാണ് ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ്, ട്രംപ് ആണ് ജയിക്കുന്നതെങ്കിൽ ചൈനയ്ക്കെതിരെ കഴിഞ്ഞ പ്രാവശ്യം ട്രംപിൻ്റെ പോളിസീസ് ഒട്ടും നല്ല പോളിസീസ് അല്ല. ചൈനയ്ക്കെതിരെ ഒരുപാട് സാങ്ഷൻസും ചൈനയ്ക്കെതിരെ ഫേവറബിൾ അല്ലാത്ത ട്രേഡ് പോളിസീസും ഇതും കൊണ്ടുവരുമ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിൽ ചൈനയ്ക്ക് അത്ര നല്ല ഫേവറബിൾ സിറ്റുവേഷൻ അല്ല ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ചൈനയ്ക്ക് നല്ലൊരു എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാവും. അത്രയും വലിയൊരു അടി കിട്ടും ചൈനയ്ക്ക്. ട്രംപ് വരികയാണ്, എക്കണോമിക് പോളിസി ചൈന വിചാരിച്ച പോലെ വന്നില്ല എങ്കിൽ, അപ്പോൾ അത്രയും വലിയൊരു എക്കണോമിക് ഒരു കോൺസിക്വൻസ് ഉണ്ടാകുമ്പോൾ ചൈനയുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവണം. അതുകൊണ്ട് ചൈന ബാക്കപ്പ് കാണുന്നതാണ് ഇത്രയും വലിയ ഫണ്ട്. നല്ലതല്ലേ? ഇനി നാളെ ഫോഴ്സിൽ ഇത്രയും വലിയ ഫ്യൂച്ചറിൽ പ്രോബ്ലം ഉണ്ടാവണമെങ്കിൽ ചൈന വോണ്ട്സ് ടു അക്കോമഡേറ്റ് ആൻഡ് കുഷൻ ഓഫ് ദാറ്റ് എഫക്ട്. അതിന് വേണ്ടിയാണ് ഇത് പ്രധാനമായിട്ട് നമ്മൾ വരുന്നത്, ഇത് കാണേണ്ടത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ഇന്റർനാഷണൽ ന്യൂസ്. ഇതിനകത്തെല്ലാം ഇസ്രായേൽ പലസ്തീൻ തന്നെയാണ് എല്ലാ ദിവസവും. ഇസ്രായേൽ ഇസ് സീക്കിംഗ് ടു ഇറാഡിക്കേറ്റ് പലസ്തീനിയൻസ്. UN എക്സ്പെർട്ട് പറയുന്നതാണ് ഇസ്രായേൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലം മൊത്തം ഇല്ലാണ്ടാക്കി കളയും. ഇറ്റ്സ് കൺസിഡറിങ് എ ജെനോസൈഡ്, മാസ് മർഡർ, കൂട്ടക്കൊലയുടെ അങ്ങേയറ്റമാണ് ചെയ്യുന്നതെന്നാണ് UN എക്സ്പെർട്സ് പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ പുടിൻ ഹാസ് ഡ്രിൽസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സസ് റിറ്റാലിറ്ററി സ്ട്രൈക്ക്. പുതിയ റോക്കറ്റും പുതിയ മിസൈലൊക്കെ ലോഞ്ച് ചെയ്തു വ്ളാഡിമിർ പുടിൻ. അതായത് ന്യൂക്ലിയർ മിസൈൽ കാണിച്ച് ആരെങ്കിലും പേടിപ്പിക്കുകയൊന്നും വേണ്ട. എന്തെങ്കിലും ന്യൂക്ലിയർ ഇഷ്യൂ വന്നാലും ഞങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഉണ്ട്, അല്ലെങ്കിൽ മിസൈൽസ് ഉണ്ട്, മാസീവ് അറ്റാക്ക് ഞങ്ങൾക്കും നടത്താൻ അറിയാമെന്ന് റഷ്യ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. റഷ്യൻ ആർമി പേഴ്സണൽ ക്യാപ്ചർ ഈസ്റ്റേൺ യുക്രൈൻ. എന്ത് കഷ്ടമല്ല, യുക്രൈനിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ സ്ഥലം റഷ്യ ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റും. 2024 നമ്മൾ നാളെ 2050 ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, പണ്ട് ഹിറ്റ്ലർ ഇത്ര സ്ഥലം വെട്ടിപ്പിടിച്ചു, മുസോളിനി ഇത്ര സ്ഥലം എടുത്തു, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന പോലെ 2024 തന്നെ റഷ്യ ഓൾമോസ്റ്റ് യുക്രൈൻ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അത് തന്നെയാണ് UN ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു പ്രധാന ഇഷ്യൂ. ഗാസയും പിന്നെ യുക്രൈനും നടക്കുന്ന കാര്യമാണ്. ഇതിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. പിന്നെ ഹെസ്ബുള്ളയ്ക്ക് പുതിയ ചീഫിനെ കിട്ടി. ഗാസ പിന്നെയും അറ്റാക്കിലൂടെ ഒരുപാട് ആൾക്കാർ മരിച്ചു. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വാർത്ത വേറൊന്നുമല്ല. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ് ഓഫ് ഇസ്രയേലി നിയമം UNRWA ബാൻ ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ് ബ്രിങ്സ് എസ് വാട്ട് ഇസ് UNRWA എന്ന് പറയുന്നത്. സോ UNRWA എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് വർക്ക് ഏജൻസി. അവിടെയാണ് ഇത് പലസ്തീനു വേണ്ടിയുള്ള ഇറ്റ്സ് എ റിലീഫ് വർക്ക് ഏജൻസിയാണ്. യുണൈറ്റഡ് നേഷൻസ് റിലീഫ് വർക്ക് ഏജൻസിയാണ് UNRWA എന്ന് പറയുന്നത്. ഇത് ഏകദേശം 1949, ഇതൊന്നും ഇതിനകത്ത് ഇല്ല, ഇതിനെ ബാൻ ചെയ്തായിട്ടാണ് പറയുന്നത്. വുഡ് ബി ബാൻഡ് ഫ്രം കണ്ടക്ടിങ് എനി ആക്ടിവിറ്റി. UN ഇത് അന്റോണിയോ ഗുട്ടറസിനോടുള്ള UN സെക്രട്ടറി ജനറലിനോടുള്ള ദേഷ്യമാണ് ഇസ്രായേൽ ഇത് കാണിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ ഷെയർ ചെയ്യാം. 1949 ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. UN റിലീഫ് വർക്ക് ഏജൻസി എന്ന് പറയുന്നത് ഇത് പലസ്തീനിയൻ റെഫ്യൂജീസിന് വേണ്ടിയാണത് കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള ഹെൽത്ത് കെയർ, ഫുഡ്, അവർക്ക് അവരുടെ സെക്യൂരിറ്റി കാര്യങ്ങളും, അവരെ ഒന്ന്, പാലസ്തീനിൽ എന്തോരം ആൾക്കാരാണ് മരിക്കുന്നത്, അപ്പോൾ അവരെ
ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു റിലീഫ് ഏജൻസിയാണ് UNRWA എന്ന് പറയുന്നത്. 1914 വന്നതാണ്. സോ ഇതിനൊരു പ്രത്യേകതയുണ്ട്. This is the only UN agency specifically working for a refugee group. ഒരു പെർട്ടിക്കുലർ റെഫ്യൂജി ഗ്രൂപ്പിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഓൺലി UN ഏജൻസിയാണത്. റെഫ്യൂജി ഗ്രൂപ്പിന് വേണ്ടിയിട്ടോ, അടുത്ത് പറയുന്ന റെഫ്യൂജി ഗ്രൂപ്പ് പലസ്തീനിയൻ റെഫ്യൂജീസിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. സോ UNRWA എന്താണെന്നും കൂടെ ഓർത്ത് വെക്കണം. ഉറപ്പായിട്ടും പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള മിക്കവാറും ഒരു 92ാമത്തെ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഏതൊക്കെയോ സെറ്റിൽ കണ്ടു 93, 94, 95 ക്വസ്റ്റൻസ് ഒക്കെ ഇങ്ങനത്തെ കുറെ UN ഏജൻസീസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അറിയണം നിർബന്ധമില്ല. സോ വാർത്തയിലുണ്ട്, ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഐ തിങ്ക് നന്നായി വായിക്കുക, കീപ് ലേണിംഗ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച്. കീപ് ലിസ്ണിംഗ് ടു IAS ഫാക്ടർ. നന്നായി പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ കണ്ടുപിടിക്കുക. കീപ് ഗോയിങ് അഹെഡ്. താങ്ക് യു.